ഹായ് ഓൾ, ദിസ് ഇസ് സിയാദ് ഇല്ലിക്കൽ. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ മാർക്കറ്റിലുള്ള പ്രധാന ഒരു ടോക്കാണ്. ഈ ഒരു എഫ് എൻ ഒ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് സെബി കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ആളുകൾ ഒരുപാട് പാനിക്കാണ്. വലിയ തോതിൽ യൂട്യൂബിൽ വീഡിയോസ് വരുന്നുണ്ട്. ആളുകൾ വീണ്ടും സെർച്ച് ചെയ്യുന്നുണ്ട്. വ്യക്തമായിട്ടൊരു ക്ലാരിറ്റി വന്നിട്ടില്ല. ഇതിൻ്റെ പ്രധാന കാരണം ഒരു ഒഫീഷ്യൽ സർക്കുലറായിട്ട് ഇഷ്യൂ ചെയ്തിട്ടില്ല. ഇഷ്യൂ ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് തന്നെ നമ്മുടെ ബ്രോക്കർ ഇൻറ്റിമേറ്റ് ചെയ്യും. അത് നമുക്ക് മെയിൽ വരും. അപ്പോൾ അതിനു മുമ്പ് ആളുകൾ ക്കുണ്ടാകുന്ന വലിയ ആശങ്കകളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് സെബിയുടെ ഒരു മീറ്റിംഗ് ഉണ്ടായത്. ഒരു കാര്യം മനസ്സിലാക്കുക, സെബി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും നിലവിലുള്ള റീറ്റെയിൽ ട്രേഡേഴ്സിനെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനും അവരുടെ ട്രേഡിംഗ് എൻഹാൻസ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളും തീരുമാനങ്ങളാണ് പ്രധാനമായിട്ടും എടുക്കുന്നത്. കാരണം ഓരോ തവണയും ഇത്തരത്തിലുള്ള സെബിയുടെ റിപ്പോർട്ട് വരുമ്പോഴും അല്ലെങ്കിൽ പല പല ബ്രോക്കറിംഗ് സ്ഥാപനങ്ങളുടെ റിപ്പോർട്ട് വരുമ്പോഴും ഈ എഫ് എൻ ഒ എന്ന് പറയുന്നത് സ്പെക്കുലേഷനാണ് എന്ന് കരുതി ഒരു ഒരു പ്യൂർ സ്പെക്കുലേഷൻ അല്ല. ഇതിൻ്റെ കോൺട്രാക്റ്റിൻ്റെ തിരഞ്ഞെടുപ്പ്, ഇതിൻ്റെ കോൺട്രാക്റ്റിൻ്റെ വാല്യൂവിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇതിനെ ഹെഡ്ജ് ചെയ്യുന്ന മെത്തേഡ്, ഇതെല്ലാം തന്നെ നമ്മളൊരു പഠന വിഷയമാക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ ഇത് ആളുകൾ ചാടി കയറി ഇതൊരു ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണെന്നുള്ള രീതിയിൽ ഓടി വരും, പെട്ടെന്ന് കൈ പൊള്ളും, വീണ്ടും തിരിച്ചു പോകും. ഇങ്ങനെ ഈ ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് പേര് ലോസ് വരുന്ന കഥകളും കണക്കുകളും എല്ലാം തന്നെ നമ്മൾ ദിനംപ്രതി കാണുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു മാറ്റം വരുത്തണം എന്നുള്ള രീതിയിൽ സെബി പ്രധാനമായിട്ടും ചെയ്തിരിക്കുന്നത് ഈ നമ്മുടെ കോൺട്രാക്റ്റ് സൈസിൻ്റെ വാല്യൂ മാറ്റി എന്നുള്ള ഒരു രീതിയിലാണുള്ളത്. അതായത് നിഫ്റ്റിയുടെ ഇപ്പോൾ കറൻറ്റ് സ്പോട്ട് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ 25,800 ആണെന്ന് കരുതുക. അപ്പോൾ 25,800 ഇൻറ്റു കറൻറ്റ് ലോട്ട് 25 ആണ്. അപ്പോൾ ഈ 25,800 കറൻറ്റ് നിഫ്റ്റിയുടെ സ്പോട്ട് ഇൻറ്റു 25 എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 6,45,000 രൂപയാണ് കോൺട്രാക്റ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഈ ഒരു കോൺട്രാക്റ്റിൻ്റെ വാല്യൂ അപ് ടു 50 ലാക്സിലേക്ക് ഉയർത്തും എന്നുള്ള, അല്ലെങ്കിൽ ഉയർത്തിയേക്കാം എന്നുള്ള രീതിയിലാണ് ആദ്യത്തെ ഒരു പ്രപ്പോസൽ വരുന്നത്. അപ്പോൾ ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നിഫ്റ്റിയുടെ കോൺട്രാക്റ്റ് സൈസിൻ്റെ വാല്യൂയുടെ കാര്യം നമ്മൾ പറഞ്ഞു. അത് മനസ്സിലായെന്ന് കരുതുന്നു. 25,800 ഇൻറ്റു 25 6,45,000 അത് 15 ലക്ഷമായിട്ട് ഉയർത്തും. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി, അതുപോലെ തന്നെ മിഡ് നിഫ്റ്റി, അങ്ങനെയുള്ള പല പല ഇൻഡെക്സുകളും. ബാങ്ക് നിഫ്റ്റിയുടെ സ്പോട്ട് 52,922 ആണെങ്കിൽ അതിൻ്റെ 25 15 ബാങ്ക് നിഫ്റ്റിയുടെ ലോട്ട് സൈസ് അത് എത്രയാണോ അതിൻ്റെ പെർസെൻറ്റേജ് നിഫ്റ്റി മാറ്റിയതുപോലെ പ്രൊപ്പോർഷനായിട്ട് ബാങ്ക് നിഫ്റ്റിയും മാറ്റും. ഒന്നാമത്തെ ചേഞ്ച് അതാണ്. രണ്ടാമത്തെ ചേഞ്ച് പ്രധാനമായിട്ടും ഒരു എക്സ്ചേഞ്ചിന് ഒരു വീക്കിലി എക്സ്പയറി എന്നുള്ള രീതിയിലാണ്. അപ്പോൾ എൻ എസ് സിയിൽ നിന്ന് നിലവിൽ നിഫ്റ്റി ഉണ്ട്, ഫിനിഫ്റ്റി ഉണ്ട്, അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഉണ്ട്, സെൻസെക്സ് നമുക്കറിയാം. സെൻസെക്സിന് ഇപ്പോൾ ബാങ്ക് എക്സ് ഉണ്ട്, സെൻസെക്സും ഉണ്ട്. ബി എസ് സിയിൽ നിന്ന് ബാങ്ക് എക്സും ഉണ്ട്, സെൻസെക്സും ഉണ്ട്. കൂടാതെ തന്നെ മിഡ് ക്യാബ് നിഫ്റ്റിയും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ഒരു ദിവസത്തിലാണ് എക്സ്പയറി. തിങ്കളാഴ്ച എക്സ്പയറി ബാങ്ക് എക്സിൻ്റെ നമുക്കറിയാം. നമ്മൾ ചൊവ്വാഴ്ച ഫിനിഫ്റ്റി, ബുധനാഴ്ച ബാങ്ക് നിഫ്റ്റി, വ്യാഴാഴ്ച നിഫ്റ്റി, വെള്ളിയാഴ്ച സെൻസെക്സ്. ഇത് പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഈ ഒരു കറൻറ്റ് സിനാരിയോ അല്ലെങ്കിൽ കറൻറ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് വളരെ ഗുണകരമായ രീതിയിലൊക്കെ ട്രേഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്, ഇത് ബിസിനസ്സായിട്ട് ചെയ്യുന്ന ആളുകൾക്ക്. എന്നാൽ ഇത് പ്യുവർ സ്പെക്കുലേഷൻ എന്നുള്ള ചെയ്യുന്ന ആളുകൾക്ക് ഇത് വലിയ തോതിൽ നഷ്ടം വരുത്തുന്നുണ്ട്, ഈ ഒരു ഡെയിലി എക്സ്പയറി. അപ്പോൾ അത് ഒരു എക്സ്ചേഞ്ചിന് ഒരു വീക്കിലി എക്സ്പയറി മാത്രം. മന്ത്ലി എക്സ്പയറി ഉണ്ടാവും, ഒരു എക്സ്ചേഞ്ചിന് ഒരു വീക്കിലി എക്സ്പയറി എന്നുള്ള രീതിയിൽ. അതായത് എൻ എസ് സിക്ക് ഐദർ നിഫ്റ്റിയോ ബാങ്ക് നിഫ്റ്റിയോ ഒരാഴ്ച, അതുപോലെ തന്നെ ബി എസ് സിക്ക് ഐദർ സെൻസെക്സോ ബാങ്ക് എക്സോ ഒരു ദിവസം എന്നുള്ള രീതിയിൽ മാറ്റം വരുത്തും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു മാറ്റം. അപ്പോൾ അതായത് ഡെയിലി സ്പെക്കുലേറ്റ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കുറയും. കൂടാതെ മൂന്നാമത്തെ പ്രധാന മാറ്റം എന്ന് പറയുന്നത് നിലവിലെ ലോട്ട് സൈസ് 25 എന്ന് പറയുന്നത് അത് ഏകദേശം ഒരു 75 ആയിട്ട് മാറ്റങ്ങൾ വരുത്തിയേക്കാം. അപ്പോൾ ഒരു ലോട്ട് ഇപ്പോൾ നമുക്ക് 25 ലോട്ട് ആണോ ഉള്ളത് നിഫ്റ്റിയിൽ ഉള്ളത് കൊണ്ട് നമുക്ക് ഏകദേശം ഒരു 5,000-നൊക്കെ അറ്റ് ദ മണിയിൽ ബൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് 25 അല്ല, അത് 75 ആണെങ്കിലോ 5,000ൻ്റെ സ്ഥാനത്ത് ഏകദേശം ഒരു 15,000-ൻ്റെ 10,000-ൻ്റെ മുകളിലൊക്കെ വേണം ഈവൻ അറ്റ് ദ മണിയിൽ ഒരു ലോട്ട് വാങ്ങാൻ. കറൻറ്റ് സിനാരിയോയിൽ ഒരു ലോട്ട് 25 ആയതുകൊണ്ട് നമുക്ക് ചെറിയ എമൗണ്ടിനൊക്കെ ഓപ്ഷൻ ബൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഈവൻ ഓപ്ഷൻ ബയേഴ്സിന് പോലും അറ്റ് ദ മണിയിൽ ബൈ ചെയ്യണമെങ്കിൽ കാശ് കൂടുതൽ വേണം എന്നുള്ളതാണ് വലിയൊരു മാറ്റം. അതൊരു വലിയ മാറ്റമാണ്. കാരണം ഈ ഒരു ലോട്ട് സൈസ് കുറച്ചത് കൊണ്ട് ഒരുപാട് ആളുകൾ ബൈയിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഇതൊരു വലിയ പ്രശ്നം ഉണ്ടാവാനോ ഉള്ള സാധ്യതയുണ്ട്. പ്രശ്നം ഇൻ ദ സെൻസ്
അവർക്ക് പെട്ടെന്ന് ഒരു ലോട്ട് 75 ആയതുകൊണ്ട് അവരുടെ ട്രേഡിലൊക്കെ തന്നെ മാറ്റങ്ങൾ വരുത്തണം. കാരണം 75 ലോട്ട് ചെയ്തതുകൊണ്ട് പോയിന്റുകൾക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് മാറുമ്പോൾ ലോസ് ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ചൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട മാറ്റം. ഇതല്ലാതെയും മ്യൂച്വൽ ഫണ്ടായിട്ട് ബന്ധപ്പെട്ടിട്ടും മറ്റുള്ള ഡെറിവേറ്റീവായിട്ട് ബന്ധപ്പെട്ടിട്ടും മാറ്റങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് നമുക്ക് സർക്കുലറും വരും. പിന്നെ ബ്രോക്കറായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ഒരു സ്റ്റോക്കിൻ്റെ ഓപ്ഷന് ആയിട്ട് ബന്ധപ്പെട്ടുള്ള മാർജിനൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ചേഞ്ചസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് ക്ലിയറായിട്ട് നമുക്ക് സർക്കുലർ വരും. അപ്പോൾ ഈ ഒരു മേജർ ചേഞ്ച് എന്ന് മുതലാണ്? അപ്പോൾ നിലവിൽ കോൺട്രാക്റ്റുകളൊക്കെ ആളുകൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അത് സെബിക്കും അറിയാം, എക്സ്ചേഞ്ചിനും അറിയാം. അപ്പോൾ അതുകൊണ്ട് ഒരു ടൈം പീരീഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മേ ബി നെക്സ്റ്റ് ഇയർ ഫെബ്രുവരിയോട് കൂടിയിട്ടൊക്കെ ആയിരിക്കും ഇതിൻ്റെ ഒരു ഫുൾ ഫ്ലെഡ്ജിലേക്കൊക്കെ മാറ്റങ്ങൾ വരുന്നത്. അപ്പോൾ നവംബർ 20th മുതൽ ഇത് പാർഷ്യലി ഇത് ഇംപ്ലിമെൻ്റായി നെക്സ്റ്റ് ഇയറൊക്കെ വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു ക്ലിയർ ക്ലാരിറ്റി വരുന്നത്. ഇനി ഇതല്ലാതെയും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ എൻഎസ്സിയുടെ പരിഗണനയിലുണ്ട്. ട്രേഡിംഗ് അവേഴ്സ് ഉയർത്തുന്നതിനെ സംബന്ധിച്ചും. അപ്പോൾ അത് ഉയർത്തുന്നതിനെ സംബന്ധിച്ചുള്ള ആദ്യത്തെ ന്യൂസ് വന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരു വർഷം ആവുന്നുണ്ടല്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതും ഇംപ്ലിമെൻ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രോക്കറിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ എൻഎസ്സിയുടെ ഭാഗത്തു നിന്ന് നിലവിലുള്ള അൽഗോരിതം, നിലവിലുള്ള ബ്രോക്കറിൻ്റെയൊക്കെ പ്ലാറ്റ്ഫോം അടിമുടി മാറ്റങ്ങൾ വരുത്തണം അല്ലേ. അപ്പോൾ അത് പെട്ടെന്നൊരു ഇംപ്ലിമേഷൻ ബ്രോക്കറിനോ മറ്റുള്ള എക്സ്ചേഞ്ചിനോ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. പതിയെ ഘട്ടമായിട്ടാണ് ബ്രോക്കറിൻ്റെ പ്ലാറ്റ്ഫോമിലും അവരുടെ അൽഗോരിതവും അല്ലെങ്കിൽ എൻഎസ്സിയുടെ അൽഗോരിതം എല്ലാം തന്നെ മാറ്റങ്ങൾ വരുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? നിലവിലുള്ള റീറ്റെയിലേഴ്സ് ട്രേഡേഴ്സിൻ്റെ ആ ഒരു വലിയ തോതിലുള്ള പങ്കാളിത്തം കുറച്ചൊന്ന് കുറയ്ക്കുക. ഇതിനൊരു സീരിയസ് ആയിട്ട് മാത്രം അപ്രോച്ച് ചെയ്യുന്ന ആളുകൾ മാത്രം വരിക. അതല്ലെങ്കിൽ ഇത് സീരിയസ് ആയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ള രീതിയിലാണ് ഈ ഒരു മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ട്രേഡിങ്ങിൽ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. മാർക്കറ്റ് ന്യൂസ് ഇന്നില്ല. നാളെ രാവിലെ നമുക്ക് പ്രീ മാർക്കറ്റായിട്ട് എത്താം. താങ്ക് യു ഓൾ.